എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അഭിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അപർണയ്ക്കിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടുവാണ്. അപർണ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അല്ല നടക്കണേ. അമലും ജാനകിയൊക്കെ ചേർന്നിട്ട് അങ്ങനെ അപർണയെ വലിച്ചു കീറുവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു. അങ്ങനെ നളിനിയെ പറഞ്ഞു വിടുവാണ് അപർണ വീട്ടിൽ നിന്ന്. അങ്ങനെ പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഒരു കാര്യം ജാനകി പറഞ്ഞു, അടുക്കളയിൽ ഇന്നത്തെ ദിവസം ഞാൻ കയറത്തില്ല, അടുക്കള ജോലികളെല്ലാം അപർണ തന്നെ ചെയ്തോണമെന്ന് പറയാം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപർണയ്ക്ക്. അവസാനം ഒരു കാര്യം അമല് പറഞ്ഞിട്ട് പോയി, ഞാനേ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരും, ചോറും കറികളും റെഡി ആയിരിക്കണമെന്ന് പറയണം. പെട്ടെന്ന് അപർണയ്ക്ക് നല്ല ദേഷ്യം വന്നു. നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ പാടാ, നിനക്കാണ് ഉണ്ടാക്കി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അപർണയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. താനാണ് നളിനേച്ചിനെ പറഞ്ഞു വിട്ടത്, പകരം ഒരു വേലക്കാരിയെ വിളിക്കാന്നൊക്കെ അമല് പറഞ്ഞ. പക്ഷെ താൻ അതിന് സമ്മതിച്ചില്ല. ഇപ്പോഴാടെ തനിക്ക് തന്നെ തിരികെ വരികയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അപർണ അരിയിലേക്ക് സുമംഗല മുത്തശ്ശി വരുവാണ്. എന്താ മോളെ, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. ഒന്നും പറയണ്ട എന്റെ മുത്തശ്ശി എന്ന് പറയണ. എന്താ കാര്യം? ദേ അവളെ പറഞ്ഞു വിട്ടില്ലേ, ആ നളിനി എന്ന് പറയുന്നവരെ, അവരെ പറഞ്ഞു വിട്ടോണ്ട് എനിക്കിട്ട് പണി കിട്ടിയിരിക്കുവാന്ന് പറയണം. എന്നോട് അടുക്കള ജോലികളൊക്കെ ചെയ്യാനായിട്ടാ അമല് പറഞ്ഞിട്ട് പോയേക്കുന്നു. മോളോടോ? അപ്പൊ ജാനകി എന്തിയെ? ലച്ചു എന്തിയെ? ലച്ചുനെ കോളേജിൽ കൊണ്ടേ വിട്ടേക്കുന്നു അമല്. അപ്പൊ പിന്നെ ജാനകിയോ? ജാനകിയാണ്ട് മുറിയിലേക്ക് കയറി പോയേക്കുന്നു. അവൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലത്രേ, അവൾ ഇന്ന് അടുക്കളയിൽ കയറില്ലാന്ന്. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ മനഃപൂർവ്വം കരുതി കൂട്ടിയല്ലേന്ന് ചോദിക്കാം. എന്റെ മുത്തശ്ശി, എനിക്ക് പറ്റില്ല അടുക്കളയിൽ കിടന്ന് പണിയാനായിട്ടൊക്കെ, എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ലെന്ന് പറയാം. മുത്തശ്ശി വെച്ചാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിയും കൂടെ എന്നോടൊപ്പം വാ, എന്റെ കൂടെ അടുക്കളയിൽ ഒന്ന് സഹായിക്കാൻ പറയാ. ഇത് കേട്ട് സുമംഗലാൻ പറഞ്ഞു, അയ്യോ ഞാൻ അടുക്കളയിൽ കയറാനാ? നീ മോളെ, എനിക്ക് അങ്ങനെ അടുക്കളയിൽ കയറി അധികം ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന് പറയാം. മുത്തശ്ശി എന്താ പറയണേ, പിന്നെ ഞാൻ തന്നെ അടുക്കളയിൽ കയറി ചെയ്യണോന്നോ? അതെ, പിന്നെങ്ങനെ ഞാൻ ചെയ്യണോന്നോ? അത് പറ്റില്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ ഷുഗറിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടേ തലകറക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെല്ലട്ടെ, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യട്ടെ, ഇപ്പൊ തന്നെ ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ടോന്നൊരു സംശയം എന്നും പറഞ്ഞ് സുമംഗലാമ്മ നൈസ് തടി ഊരി അങ്ങോട്ട് പോവാണ്. നിലത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അപർണയ്ക്ക് ദേഷ്യം വന്നു. താൻ തന്നെ ഒഴിച്ചിട്ട ചായയാണ്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ അവസാനം തന്റെ തലയിലേക്ക് കയറി തന്നെ വന്നു. അങ്ങനെ ലച്ചു പകുതി ഇട്ടിട്ട് പോയ ആ തുണി എടുത്തിട്ട് വീണ്ടും അവിടെ തുടയ്ക്കുകയാണ്. തുടയ്ക്കുന്ന സമയത്ത് അപർണയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഏത് സമയത്താണോ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ആ ലച്ചുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത, അവളുടെ പഠിപ്പ് മുടക്കാൻ വേണ്ടി ചെയ്ത, അവസാനം താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥ. അവൾ കോളേജിൽ പോവുകയും ചെയ്തു, ജോലിയെല്ലാം തന്റെ തലയ്ക്ക് ആവുകയും ചെയ്തു. അങ്ങനെ അപർണ അടുക്കളയിലേക്ക് ചെല്ലുക. അപർണയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം. അമല് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തമ്പിയുടെ കോള് വരുന്നേ. തമ്പി വെച്ച് മോൾ എന്തെടുക്കുവാന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ, എനിക്കിട്ടൊരു മുട്ടം പണി കിട്ടിയിട്ടിരിക്കുവാന്ന് പറയണം. പണിയോ? എന്ത് പണി? പിന്നീട് ലച്ചുവിനെ പറഞ്ഞു വിട്ട ലച്ചു കോളേജിലേക്ക് പോയ കാര്യവും നളിനെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറയണം. ഇത് കൊള്ളാലോ, കുഴപ്പമൊന്നുമില്ല, അവിടെ ജാനകി ഉണ്ടല്ലോ എന്ന് പറയണം. ദേ അതല്ല അച്ഛൻ ഞാൻ പറഞ്ഞു എനിക്കിട്ട് പണി കിട്ടിയെന്ന്. അവൾ ഇന്നത്തെ ദിവസം അടുക്കള കയറില്ല എന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എന്ത് ചെയ്യും? മോളുണ്ടാക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാവോ അതിന് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അച്ഛൻ ഫോൺ അമ്മയുടെ കൊടുക്കാൻ പറയണം. അങ്ങനെ ഫോണ് ഹേമടയിലേക്ക് കൊടുക്കുകയാണ്. എന്താ മോളെ, എന്താ കാര്യം? എൻ്റെ അമ്മേ, ഈ കറികളൊക്കെ ഉണ്ടാക്കുന്ന എനിക്കൊന്ന് പറഞ്ഞാ, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് ഹേമ പറഞ്ഞു, അല്ല അവിടെ വേലക്കാരി ഉണ്ടല്ലോ, വേലക്കാരിയൊക്കെ പോയെന്ന് പറയണം. ഏകദേശ കാര്യങ്ങളൊക്കെ ഹേമയ്ക്ക് മനസ്സിലായി. തന്റെ മോള് തന്നെ കാരണക്കാരിയാണെന്ന് മനസ്സിലായി. അവസാനം ഹേമ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അപർണയ്ക്കാണ് ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അപ്പൊ തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്ന സമയത്ത് ഫുഡ് കൊടുക്കണമല്ലോ, അങ്ങനെ എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും അമൽ അങ്ങോട്ടേക്ക് വരുവാണ്, ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ്. ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ അടുക്കളയിലായിരുന്നു. അമലിന് ആ കാഴ്ച കണ്ടത് ഭയങ്കര സന്തോഷമായി. അമലിനെ കണ്ടതും അപർണ പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ, നിന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ അമൽ പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്നാ? ലച്ചുവിനെ കോളേജ് വിടാനായിട്ടാ ചെയ്ത് പണിയല്ലേ നീ, അനുഭവിച്ചോ. അല്ല നിന്നോടൊപ്പം കൂടി നിന്റെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി, സഹായിക്കാൻ വന്നില്ലേന്ന് ചോദിക്കും. നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അപർണ അവിടെ ഇരിക്കുന്ന പാത്രം അങ്ങോട്ട് വലിച്ചു. അവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ മൊത്തം ആ തറയിലേക്ക് ഒറ്റ വീഴ്ച, ഫുള്ള് അടുക്കള മൊത്തം സാമ്പാർ. ഇത് കണ്ടതും അമൽ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അമല് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാ പറയണത്,
നേരത്തെയൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പോഴപ്പം കൊടുക്കുന്നുള്ള കാര്യം ഓൺ ദി സ്പോട്ടിൽ തന്നെ നിനക്കിട്ട് കിട്ടിയില്ലേ, നീ ഇനി അവിടെ ഇതൊക്കെ കുത്തിയിരുന്ന് തുടയ്ക്ക്, എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്, വേറെ ആരും ഇവിടെ തുടയ്ക്കാനില്ല, ആരും വരാനും പോകുന്നില്ലെന്ന് പറയണം. അപർണ ദേഷ്യപ്പെട്ടും ചീത്ത പറഞ്ഞൊക്കെ അവിടെ ഇരുന്ന് തുടയ്ക്കുവാണ്. തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കൊണ്ടുപോയി വെച്ച് ടേബിളിലേക്ക്, എന്നിട്ട് പറഞ്ഞേ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു, വേണം എടുത്ത് കഴിക്കാൻ പറയാണ്. അമല് പോയി ടേബിളിലിരുന്നു. അമലിരുന്ന് കഴിഞ്ഞിട്ടാണ് സുമംഗല മുത്തശ്ശി എല്ലാവരും വരുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും പ്ലേറ്റ് കൊണ്ടുപോയിടും, അതുപോലെ തന്നെ കൊണ്ടുപോയിട്ടു. അതും അപർണയ്ക്കിട്ടുള്ള പണിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപർണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ അടുക്കളപ്പണി എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. ജാനകി തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നീട് ജാനകി അബിക്ക് ചായ വെക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും അപർണ അവിടെ ജോലി ചെയ്യുന്ന കണ്ടു. പക്ഷെ ജാനകി മൈൻഡ് ചെയ്തില്ല. ജാനകി മൈൻഡ് ചെയ്ത ചായയും വെച്ചിട്ട് അങ്ങോട്ട് പോയി. അപർണയുടെ വിചാരം എന്താ, ജാനകി എന്തായാലും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് സഹായിക്കുന്ന. പക്ഷെ ആ ഭാഗത്തേക്ക് നോക്കി പോലും ഇല്ല. പിന്നെ ചായവായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അബി മുള്ളുണ്ടായിരുന്നു. അപ്പൊ അബിക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു, ദേ അബിയേട്ടാ, അവൾക്കിട്ട് നല്ല പണിയാ കിട്ടിയേക്കുന്നത്, അപർണയ്ക്കിട്ട് അമല് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അത് അങ്ങനെ തന്നെ വേണം, അവൾക്ക് ഒരു ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ടെന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അജയ് വരുന്നത്. അജയനെ കണ്ടതും ജാനകി ഇങ്ങനെ അബിനെ നോക്കണം. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും അജയ് വരുന്നില്ലായിരുന്നു. ഈയിടെ എല്ലാം അജയ്ക്ക് ഒരു അകൽച്ചയായിരുന്നല്ലോ. പെട്ടെന്ന് അജയും കൂടെ വന്നു നിന്നപ്പത്തിന് അബി ചോദിച്ചു, എന്താടാന്ന് ചോദിക്കണം. അബിക്ക് അങ്ങനെയാണല്ലോ, അബിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ലല്ലോ. എന്താ കാര്യം എന്താന്ന് ചോദിക്കാണ്. ഒന്നുമില്ല, എനിക്ക് ഏട്ടനോട് ഇത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാ. അല്ല, നിനക്ക് എന്തേലും സംസാരിക്കണമെങ്കിൽ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടോ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയുന്ന പറയാണ്. ഇത് കേട്ടതും അജയ് പറഞ്ഞു, അല്ല അത് പിന്നെ ഏട്ടാ, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാണ്. പണത്തിന്റെ ആവശ്യമോ? അതെ ഏട്ടാ, ഞാൻ ആ റിസോർട്ട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാന്ന് പറയാണ്. അല്ലാതെ ഏട്ടനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. ആ സെന്റിമെന്റ്സേൽ അങ്ങ് പിടിക്കുവാണ്. ഹണി റോസ് പറഞ്ഞു കൊടുത്ത തത്വമാണത്. സെന്റിമെന്റ്സെ പിടിക്കണമല്ലോ, അങ്ങനെ പിടിച്ചാൽ മാത്രം അബീനെ വീഴിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടതും ജാനകി ചോദിച്ചു, അല്ല നിനക്കിപ്പോൾ ഇതിന് മാത്രം പണം എന്തിനാന്ന് ചോദിക്കുക. പെട്ടെന്ന് അജയ് പറഞ്ഞു, അത് പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം മുടക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാ. പക്ഷേ എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു വക്കീലല്ലേ. പക്ഷേ എൻ്റെ കയ്യിൽ എവിടെ നിന്നാ ഇതിന് മാത്രം പൈസ ഇരിക്കുന്നത്? അഭിയേട്ടൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കി തരണമെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, പണമോ? ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരാനാടാ? എങ്ങനെ ഉണ്ടാക്കാനാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ കയ്യിൽ എവിടുന്ന പണം ഇരിക്കുന്നേ? ഇത് കമ്പനിയിലായിരുന്ന സമയത്തും ഞാൻ എൻ്റെതായ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ജാനകിക്കുവാണ് അങ്ങനെയില്ല. ജാനകിയും ജോലി ഇല്ലായിരിക്കുമല്ലേ, പിന്നെ ഞങ്ങളുടെ എവിടെ നിന്ന് ഇരിക്കണേ? കുറച്ച് പൈസയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്തേലും സ്വർണം പണയം വെച്ചാൽ തരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, കുറച്ച് പോരാ, ഇത് കുറച്ച് വലിയ എമൗണ്ടാന്ന് പറയാണ്. എമൗണ്ട് കേട്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. കോടികളാണ്. അത്രയും രൂപയോ? ഇതൊക്കെ എവിടെ നിന്നാടാന്ന് ചോദിക്കുക. എനിക്ക് ഇത്രയും പൈസ ഒന്നും ഒരിക്കലും തരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നീ അച്ഛനോട് തന്നെ ചോദിക്കാൻ പറയണം. അഭിയേട്ടാ, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തരില്ല. അഭിയേട്ടൻ തന്നെ അച്ഛനോട് വന്ന് സംസാരിക്കുക. അച്ഛനോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. എല്ലാവർക്കും അവരുടേത് ഇതുണ്ട്. ഒരു വക്കീലാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേസും കാര്യങ്ങളൊക്കെ കുറവല്ലേ. ഇനി ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. അഭിയേട്ടൻ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയാ. ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ. പോരാത്തിന് നിരഞ്ജനം എന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. ഈ സെന്റിമെന്റ്സിൽ അഭി വീണു. പക്ഷെങ്കിൽ ജാനകിക്ക് അപകടമെടുത്തു. ജാനകിക്ക് തോന്നി അജയ് ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ജാനകി എല്ലാം ചിന്തിക്കുന്ന കൂട്ടത്തിലാ. അഭിക്കാണ് പെട്ടെന്ന് സെന്റിമെന്റ്സ് വീഴുന്ന ഒരു ടൈപ്പുമാണ് അഭി. ആ സമയം ശരണ അമൃതയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജയുടെ കള്ളത്തരങ്ങളെല്ലാം രേഖകളെല്ലാം കാണിച്ചു കൊടുത്തു. താന് ഹണി റോസ് തമ്മിലുള്ള ബന്ധം എന്താന്ന് അതിന്റെ രേഖകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബിസിനസ് പരമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അജയുടെ ക്രൂരത അമൃത തിരിച്ചറിഞ്ഞു. അമൃതയ്ക്ക് മനസ്സിലായി ഇത്രയും കാലം കുടുംബത്തിൽ നിന്നിട്ട് ചതിച്ചുകൊണ്ടിരുന്ന ആള് അജയായിരുന്നു. അവൻ എല്ലാരും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവനും ഹണി റോസും തമ്മിലുള്ള ബന്ധമാണ്. അത് താൻ നേരിട്ട് കണ്ടതാണ് അവർ തമ്മിലുള്ള സംസാരം. എന്നിട്ട് താൻ ശരണിനെ കുറ്റക്കാരനാക്കി. ശരൺ പറഞ്ഞു, ഇനി അമൃതയ്ക്ക് തീരുമാനിക്കുക എന്തു വേണമെന്ന്. ഞാനല്ല തീരുമാനിക്കുന്നത്, അമൃതയാണ് തീരുമാനിക്കുന്നത്. എന്റെ നിരപരാധ ഇത് കൂടുതലായിട്ട് എനിക്ക് അമൃതയുടെ അടുത്ത് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം. അമൃതയ്ക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തരാനും എനിക്ക് സമ്മതമെന്ന് പറയാം. ഇത് കേട്ടതും അമൃതയ്ക്ക് സങ്കടം വന്നു. ശരണ് ഇത്രയും കാലം താൻ ശരണിനെ സംശയിച്ചു. പക്ഷെ ഒരിക്കലും അത് പാടില്ലായിരുന്നു. പിന്നീട് ശരൺ പറഞ്ഞു, എനിക്ക് നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. കാരണം കുറെ പെണ്ണുങ്ങളെ വെച്ച് നീ എന്നെ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം ഞാൻ നിന്നോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് എപ്പോഴും ഇരിക്കണേ. അത് അന്നും അതെ ഇന്നും അതെ. ഇന്നും എനിക്ക് വേണമെങ്കിൽ നിന്റെ അടുത്ത് വേണമെങ്കിൽ വലിയ നാടകം കളിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാ? നിന്റെ ആങ്ങളുടെ തനി നിറം എനിക്ക് നേരത്തെ വിളിച്ചു പറയായിരുന്നു. ഒരു പക്ഷേങ്കിൽ അന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കുടുംബം തകരില്ലെന്ന് കരുതി മാത്രമാണ് ഞാൻ മാറിയുന്നേ. പക്ഷെ അത് എനിക്ക് തന്നെ വിനയായി. എൻ്റെ കുടുംബം തകരുവാണല്ലോ എന്നൊരു കാര്യം വന്നപ്പോൾ മാത്രം നിന്നോട് ഇത് തുറന്നു പറയാനായിട്ട് ഞാൻ കണക്കൂട്ടിയത്. അതുകൊണ്ട് ഇനി എന്നോട് ക്ഷമിക്കുക. ഇനി ഞാൻ
നിന്നോടൊന്നും പറയാനൊന്നും വരത്തില്ല. നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യാം. ജോയിന്റ് പെറ്റീഷൻ സൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയാം. എല്ലാം കേട്ടിച്ചപ്പോൾ അമൃത പറഞ്ഞു, എന്നോട് ക്ഷമിക്ക് ശരണേട്ടാ, എന്റെ ഭാഗത്തെ തെറ്റ്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പറയാനും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റിദ്ധാരണയാ. സാരമില്ല, ഞാൻ തന്നെ തിരുത്തിക്കോളാന്ന് പറയാണ്. അങ്ങനെ അമൃത പോവാണ്. അമൃത പറഞ്ഞു, ഇനിയിപ്പം കേസിന്റെ ഒന്നും കാര്യമില്ല, ഞാൻ ശരണേട്ടനോടൊപ്പം വീട്ടിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അമൃത വരുവാണ്. അങ്ങനെ അമൃത വരുന്ന സമയത്താണ് അജയും അഭിയോടും ജാനകിയോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടേ. അങ്ങനെ അമൃത അങ്ങോട്ട് വന്നപ്പം അജയ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് അമൃത ചോദിച്ചു, അല്ല അജയ്, നീ എന്താ ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടെ? അത് പിന്നെ ഞാൻ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചാന്ന് പറയണം. ആണോ? ആഹാ, കൊള്ളാലോന്ന് പറയണം. അപ്പത്തേക്ക് അഭിയും ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അമൃത എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സാ? നിന്റെ കൂടെ നീ തന്നെയുള്ളോ അതോ പാർട്ണറും കൂടെ ഉണ്ടോന്ന് ചോദിക്കാം. ഇത് ഏട്ടൻ പറഞ്ഞു, ഞാൻ തന്നെയല്ല, ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം. ആരാ അയാള്? ഹണി റോസ് ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിനിപ്പോഴും ഞെട്ടലോട് കൂടിയിട്ട് അജയ് അമൃതേനെ നോക്കുവാണ്. ഇവൾ എങ്ങനെ ഇത് അറിഞ്ഞെന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. അങ്ങനെ അജയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.